ബേപ്പൂർ സുൽത്താന്റെ അനശ്വരമായ ഓർമ്മകൾക്ക് നിറം പകർന്ന് ആകാശമിഠായി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകമായ ആകാശമിഠായിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇതോടെ ഏറെ കാലത്തെ ബഷീർ ആരാധകരുടെ സ്വപ്നമാണ് സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. എഴുത്തിന്റെ സുൽത്താന്റെ അനശ്വരമായ ഓർമ്മകൾ ഇനി എന്നും ഇവിടെ നിലനിൽക്കും. ബേപ്പൂരിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സ്വപ്നം സാക്ഷാത്കരിച്ചത്. പാമ്പും പഴുതാരിയും പല്ലിയും മാത്രമല്ല, മരങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണെന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി മന്ത്രി മുഹമ്മദ് റിയാസും നടനും സംവിധായകനുമായ പ്രകാശ് രാജും ചേർന്ന് തൈ നട്ടു. ബഷീർ സ്നേഹികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കുവച്ചു. ഒരുപാട് പേരുടെ കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. ജാതി മത അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള മനസ്സ്, അതാണ് ഏറ്റവും വലുത്. അതിൻ്റെ ഒരു കേന്ദ്രമായി, ആ സ്നേഹത്തിൻ്റെ ഒരു കേന്ദ്രമായി, മനുഷ്യൻ്റെ ഐക്യത്തിൻ്റെ കേന്ദ്രമായി ഈ ആകാശമിഠായിയെ നമുക്ക് മാറ്റാം. കൂടാതെ ബഷീർ സ്നേഹികൾക്കായി നടൻ പ്രകാശ് രാജിന്റെ ഉറപ്പും. I have won my heart with your love for Bashir and rejoicing in Bashir, and I promise I will come here with my team. I will do a Bashir's play here. I will read Bashir's poetry there and his writings there. ഒന്നാം ഘട്ടമായി സ്മാരകത്തിൽ ആംഫി തിയേറ്റർ, സ്റ്റേജ്, കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെ വയ്ക്കുവാനുള്ള സ്റ്റാളുകൾ, കഫറ്റീരിയ തുടങ്ങിയവയാണ് ഒരുക്കിയത്. രണ്ടാം ഘട്ടത്തിനായുള്ള തുക ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കോഴിക്കോട് മേയർ O സദാശിവൻ, നഗരാസൂത്രണം സ്ഥിരം സമിതി അധ്യക്ഷൻ സന്ദേശ് C, മുൻ MLA VKC മുഹമ്മദ് കോയ, DC രവി, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.